വെൽക്കം ബാക്ക് ടു അനൂസ് ടേസ്റ്റി ട്രഷേഴ്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് 2 ഡിഷസ് ആയിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒന്ന് ഒരു സ്പൈസി ടേസ്റ്റും ഒന്നൊരു സ്വീറ്റ് ടേസ്റ്റും. ഈ 2 സാധനങ്ങളും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒറ്റ തിങ് കൊണ്ടാണ്, ഒറ്റ കാര്യം വെച്ചുകൊണ്ട് 2 എണ്ണം നമുക്ക് തയ്യാറാക്കാം. അതായത് ബ്രെഡ് വെച്ചിട്ടാണ് ഞാനിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ ഡെയിലി കാണുന്ന സാധനമാണ് ബ്രെഡ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും സ്നാക്സും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന, കുട്ടികൾക്ക് കൊടുക്കുന്ന, പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു വിഭവമാണ് ബ്രെഡ്. അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് ഞാനൊരു സ്പൈസി ടോസ്റ്റും അതോടൊപ്പം തന്നെ ബ്രെഡ് ഹൽവയുമാണ് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമേ ഇല്ല. ഇത് നമ്മുടെ വീട്ടിൽ സ്ഥിരം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നമുക്കിത് രണ്ടും വളരെ വളരെ ചെറിയ നിമിഷം കൊണ്ട് തയ്യാറാക്കി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നതാണ്. സോ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഹലോ, അപ്പോൾ നമുക്ക് ബ്രെഡ് ഹൽവയുടെ ആദ്യം ബ്രെഡ് ഹൽവ നോക്കാം. ബിക്കോസ് സ്വീറ്റ് എപ്പോഴും നല്ലൊരു ബിഗിനറാണ്. അപ്പോൾ നമുക്ക് ബ്രെഡ് ഹൽവയുടെ ഇൻഗ്രീഡിയൻസ് ഏതാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 5 സ്ലൈസസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മൈദ ബ്രെഡും ആകാം, ബ്രൗൺ ബ്രെഡോ വീറ്റ് ബ്രെഡോ ഏത് ബ്രെഡ് വേണമെങ്കിലും ആകാം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന മൈദ ബ്രെഡാണ്. അപ്പോൾ ഇത് ഞാനൊരു 5 സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഈ സ്ലൈസസിനെ ഞാൻ ബോർഡർ കട്ട് ചെയ്ത് പീസസ് ആക്കിയിട്ടുണ്ട്. ബോർഡർ കട്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ട് സ്ക്വയർ പീസസ് ആക്കി വെച്ചു. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്കാണ്. ഒരു 1/2 ഗ്ലാസ് മിൽക്ക്. പിന്നെ 1/2 ഗ്ലാസ് ഷുഗർ. പിന്നെ ഇതിനകത്ത് ഞാൻ റോസ് എസൻസ് ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ ഒരു 2 ഡ്രോപ്സ് ഓർ 3 ഡ്രോപ്സ് അത്രയാണ് എടുത്തിട്ടുള്ളത്. ദെൻ ഗീ എടുത്തിട്ടുണ്ട്. ഗീ ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഗീ. ദെൻ ഡേറ്റ്സ് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു 6 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ഈ 5 പീസസിന് വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കൂടുന്തോറും നമുക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കാം. ഇപ്പോൾ 5 സ്ലൈസസിന് ഞാനൊരു 5 പീസസ് ഓഫ് ഡേറ്റ്സ് എടുത്ത് സ്ലൈസ് ചെയ്തിട്ടുണ്ട്, സ്മോൾ സ്ലൈസസ് ആക്കിയിട്ടുണ്ട്. ദെൻ പിസ്റ്റാഷ്യോ എടുത്തിട്ടുണ്ട്, സ്മോൾ പീസസ് ആക്കി. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ്, അത് സ്മോൾ പീസസ് ആക്കിയിട്ടുണ്ട്. ദെൻ കാഷ്യൂസ് സ്മോൾ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഏലക്കയാണ്. ഏലക്കയും നമുക്കൊരു ടേസ്റ്റ് ഗിവറായിട്ട് ഉപയോഗിക്കാം. 2 സ്പൂൺസ് ഉപയോഗിക്കാം. 2 സ്പൂൺസിൻ്റെ ആവശ്യമില്ല, ലൈക്ക് 2 പിഞ്ചസ് ഇസ് ഇനഫ്. അപ്പോൾ അത് ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ റേസിൻസ്. ഈ റേസിൻസ്, കാഷ്യൂസ്, പിസ്റ്റാഷ്യോ ഇതെല്ലാം നമ്മൾ അവസാനം ഗാർണിഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഈവൻ ഏലക്കയും. പിന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെള്ളമാണ്. അത് ആവശ്യത്തിന് ഞാൻ വെള്ളം എടുക്കും, ലൈക്ക് 1/2 ഗ്ലാസ്. ഈ പാലെടുത്തതുപോലെ തന്നെ വെള്ളം എടുക്കും. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. നമുക്കിനി കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോകാം. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഗീ ഉപയോഗിച്ചിട്ട് നമ്മൾ ബ്രെഡ് പീസസ് ഒന്ന് മൊരിച്ചെടുക്കും. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദാറ്റ്. ചൂടായി ഇതിലേക്ക് ഞാൻ ബ്രെഡ് പീസസ് ഇടുകയാണ്. ഇത് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും, 2 സൈഡും ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമ്മളിതിനെ മാറ്റുന്നു. അപ്പോൾ ഇത് കണ്ടോ, ബ്രൗൺ ആയി കഴിഞ്ഞു. 2 സൈഡുകളും ബ്രൗൺ ആയി. നമ്മൾ 2 സൈഡും ബ്രൗൺ ആയി കഴിയുമ്പോൾ ഇതിനെ മാറ്റുന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇങ്ങനെ എല്ലാ സ്ലൈസസും ഇതാണ് ബ്രെഡ് സ്ലൈസസ് നമ്മൾ നെയ്യിലിട്ട് മുരിച്ചെടുത്തത്. 2 സൈഡും മുരിച്ചെടുത്തു. ഇത് മുരിച്ചെടുത്ത് നമ്മൾ മാറ്റി വെക്കുന്നു. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ സെയിം പാനിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്നു. വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെള്ളം ഇങ്ങനെ ബോയിൽ ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ഇതിനകത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന ഷുഗർ ഇട്ട് കൊടുക്കുന്നു. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഷുഗർ നന്നായിട്ട് അലിയട്ടെ. ഷുഗർ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമ്മളിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു.
ഷുഗർ നന്നായിട്ട് അലിയട്ടെ. ഒരു കുറച്ച് തിക്കനാവുന്നത് വരെ നമ്മളിത് ചെയ്ത് കൊടുക്കണം. ഈ ഷുഗർ ഇങ്ങനെ കുറച്ചൊന്ന് തിക്കനായി വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇടുകയാണ്. ഡേറ്റ്സ് ഞാൻ പറഞ്ഞു ഒരു 5 പീസസ് ഡേറ്റ്സ് ഇട്ട് അതിനെ ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോഴേക്കും നമ്മളിതിലേക്ക് ബ്രെഡ് സ്ലൈസസ്, മൊരിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് സ്ലൈസസ് ഇടുകയാണ്. കാണാൻ കഴിയുന്നുണ്ട് അല്ലേ, ഇതിങ്ങനെ നല്ലതായിട്ട് ഇതിലേക്ക് അരിഞ്ഞരിഞ്ഞ് ചേരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം നന്നായിട്ട് ഇതിൽ മിക്സ് ആക്കുക, നന്നായിട്ട് സ്മാഷ് ചെയ്ത് മിക്സ് ആക്കുക. സ്മാഷ് ആയി കഴിഞ്ഞു. ഇതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന പാല് ഉപയോഗിക്കുകയാണ്. പാൽ അത് നന്നായിട്ടൊന്ന് ബോയിലായിക്കോട്ടെ. ബോയിലാകുമ്പോഴേക്കും നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോസ് എസൻസ് ആണ്. റോസ് എസൻസ് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പം ഇത് നന്നായിട്ട് ഇതിലേക്ക് അലിഞ്ഞു. ഇതിലേക്ക് ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മൾ റോസ്റ്റ് ചെയ്ത് നെയ്യിൽ വഴറ്റി വെച്ചിരിക്കുന്ന 3 സാധനങ്ങളാണ്. ഒന്ന് കാഷ്യൂ, ദ വൺ റൈസിൻസ്, പിന്നെ പിസ്റ്റാഷ്യോ. ഇത് 3 ഞാൻ ഓൾറെഡി വറുത്ത് നെയ്യിൽ വഴറ്റി മാറ്റി വെച്ചിരുന്നു. അത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ ഹൽവ ഈസ് റെഡി. നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയി കഴിഞ്ഞു. നമ്മുടെ ഹൽവ, ബ്രെഡ് ഹൽവ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ദിസ് ഇസ് ദ ഹൽവ. ഇത് നമുക്ക് സ്ലൈസ് ചെയ്ത് കഴിക്കുന്നതല്ല, നമുക്കിത് സെറ്റാക്കി കഴിക്കാനല്ല. കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ വേണേൽ സ്ലൈസ് ചെയ്യാം, പക്ഷെ അതർവൈസ് നമുക്ക് സ്പൂൺ വെച്ച് കോരി കോരി കഴിക്കാം. ഇറ്റ്സ് എ ഗുഡ് ഡെസേർട്ട്. ഇനി ഇതിലേക്ക് അവസാനത്തെ ഇൻഗ്രീഡിയൻസ് ചേർക്കാണ്. ഞാൻ പറഞ്ഞിരുന്നു ഏലക്ക. ഞാൻ 2 പിഞ്ചസ് ആഡ് ചെയ്യുന്നു. 2 പിഞ്ചസ്, ദാറ്റ്സ് ഇനഫ്. ഫ്ലേവർ കൊടുക്കാൻ വേണ്ടി 2 പിഞ്ചസ്. നിങ്ങളിപ്പോൾ നമ്മൾ ബ്രെഡ് ഹൽവ ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞു അല്ലേ? എന്ത് ഈസിയാണ് അല്ലേ? ഒരു 10 മിനിറ്റ്സ് പോലും എടുക്കത്തില്ല. അതുമല്ല ഒരുപാട് ഇൻഗ്രീഡിയൻസും ഇല്ല. നമുക്ക് വീട്ടിൽ റെഡിലി അവൈലബിൾ. ഓൺലി റോസ് എസൻസ് മാത്രമേ നമുക്ക് മേടിക്കേണ്ടി വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവുന്നതാണ്, ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ബ്രെഡ് ഹൽവ. ഇത് നമുക്ക് എങ്ങനെ എന്താ പറയുക, കോരി എടുത്ത് സെർവ് ചെയ്യാം. ഇറ്റ്സ് എ ഡെസേർട്ട്, ഗുഡ് ഡെസേർട്ട്. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ അതിഥികളൊക്കെ വരുമ്പോൾ വീട്ടിൽ പെട്ടെന്ന് ഒരു സ്വീറ്റ് ആയിട്ട് അവർക്ക് നമുക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ വേറെ ഓടിപ്പോയി അതും ഇതും മേടിക്കൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് ബ്രെഡ് എല്ലാവരുടെ ഇനി ഇച്ചിരി പഴകിയ ബ്രെഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇറ്റ് വിൽ ബി ടേസ്റ്റി. ബൈ ആഡിങ് ഓൾ ദീസ് ഇൻഗ്രീഡിയൻസ് ഇറ്റ് വിൽ ബി മോർ ടേസ്റ്റി. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് തോന്നുന്നു. ആൻഡ് ട്രൈ ഇറ്റ്, ടേസ്റ്റ് ഇറ്റ് and subscribe my channel. It's Anu's Tasty Treasures. I'll be back with a spicy bread toast. ഹലോ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ബ്രെഡിൻ്റെ 2 ഡിഷസ് ആണ് നമ്മളിന്ന് ട്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു കഴിഞ്ഞു. ഇറ്റ്സ് ബ്രെഡ് ഹൽവ, വെരി സ്വീറ്റ് ആൻഡ് വെരി ടേസ്റ്റി. ഇനി നമ്മൾ സ്പൈസി ബ്രെഡ് ടോസ്റ്റ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടലമാവാണ്. ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ബേസൻ ഫ്ലോർ 1 കപ്പ്. പിന്നെ കൊറിയാൻഡർ ലീവ്സ് ഞാൻ 2 ബഞ്ച് എടുത്തിട്ടുണ്ട്. അതിനെ കൊത്തി നുറുക്കി വെച്ചിരിക്കുകയാണ്, ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സവാള, 1 സവാള എടുത്തിട്ടുണ്ട്, അല്പം വലുതാണ് എടുത്തിരിക്കുന്നത്. അതും അതുപോലെ സ്ലൈസസ് ആക്കി വെച്ചു. പിന്നെ ഞാൻ പറഞ്ഞു സ്പൈസി ടേസ്റ്റ് ആണ്. അപ്പോൾ വി ആർ ആഡിങ് ഗ്രീൻ ചില്ലീസ്. 2 ഗ്രീൻ ചില്ലീസ് ആഡ് ചെയ്യുന്നുണ്ട്. അത് അതുപോലെ തന്നെ സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ദെൻ 2 സ്പൂൺ റെഡ് ചില്ലീസ് പൗഡർ.
then pepper powder 1 spoon is enough, and then salt, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഓയിൽ. ഇത് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ആ ഓയിൽ എടുത്തു, പിന്നെ ആവശ്യത്തിന് വെള്ളം, then 5 slices of bread. ബ്രെഡ് ഇങ്ങനെ തന്നെ ഞാൻ ഇതിൻ്റെ ബോർഡർ ഒന്നും കട്ട് ചെയ്യാതെ തന്നെ ഞാനിത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ദീസ് ആർ ദ ഇൻഗ്രീഡിയൻസ് ഫോർ സ്പൈസി ബ്രെഡ് ടോസ്റ്റ്. അപ്പോൾ നമുക്ക് കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോകാം. ഞാനിതിനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കടലമാവിലേക്ക് വെള്ളം ഒഴിച്ച് കുഴയ്ക്കുകയാണ്. ഉപ്പ് ആഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ കുഴച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കൊരു കുറച്ച് ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കി വേണം വെള്ളം ആഡ് ചെയ്യാനായിട്ട്. ഒരുപാട് ലൂസാകാനും പാടില്ല, എന്നാൽ ഒരുപാട് തിക്കാകാനും പാടില്ല. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ഒന്ന് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഇതിൻ്റെ ഈ കൺസിസ്റ്റൻസിയിൽ ഞാൻ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. കൊറിയാൻഡർ ലീവ്സ് ആഡ് ചെയ്യുകയാണ്. വേണ്ടി വന്നാൽ കുറച്ചുകൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബട്ട് ഫസ്റ്റ് നമ്മളിത് നോക്കണം, ഇതിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് നോക്കണം, എന്നിട്ട് ആഡ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ സവോള ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഗ്രീൻ ചില്ലീസ്, ഐ തിങ്ക് കുറച്ചുകൂടെ വെള്ളം വേണ്ടി വരുമോ എന്നൊരു സംശയമുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്തു. അത് നമ്മൾ ഉചിതം പോലെ ചെയ്യണം. ഇതിങ്ങനെ നോക്കി ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കി ചെയ്യണം. ഇതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്തു. ഇത് കാണുമ്പോൾ തന്നെ നല്ല എന്താ പറയുക, നല്ല എരിവ് തോന്നുന്ന ഒരു ഫീൽ. യെസ്, ഇറ്റ് ഈസ് സ്പൈസി ആൻഡ് ഇറ്റ് ഈസ് വെരി ടേസ്റ്റി. എസ്പെഷ്യലി നമുക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം, കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്, ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്, പെപ്പർ പൗഡർ ആഡ് ചെയ്തു. ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യുകയാണ്, കാരണം എനിക്കിത് തിക്കായിട്ട് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ഇത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓയിൽ കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് ഓയിലിൽ ഫ്രൈ ചെയ്യുന്നില്ല. സോ പാനിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രെഡ് ഇതിലേക്ക് മുക്കുക, നന്നായിട്ട് മുക്കുക. കൈ വെച്ച് നന്നായിട്ട് ഇതിൻ്റെ എന്താ പറയുക ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് ഇതിലേക്ക് മുങ്ങാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മുക്കി നമ്മളിതിനെ പാനിലേക്ക് വയ്ക്കുക. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം ഓയിലിൻ്റെ പരത്തി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അത് നന്നായിട്ട് മൊരിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിനെ മറിച്ചിടണം. നിങ്ങൾക്ക് കാണാൻ കഴിയും, അത് ഈ പാനിൽ നിന്നും ഇങ്ങനെ വിട്ട് വരും. അപ്പോഴേക്കും അത് ആ സൈഡ് മൊരിഞ്ഞു എന്നാണ് അർത്ഥം. വളരെ കുറച്ച് ഓയിൽ കൊണ്ട് നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഡീപ്പായിട്ട് ഓയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യവുമില്ല. അപ്പം ഇത് രണ്ട് വശങ്ങളും മൊരിച്ചെടുക്കുക, അതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോഴേക്കും നമ്മുടെ സ്പൈസി ബ്രെഡ് ടോസ്റ്റ് റെഡി ആയി കഴിയും. ഹലോ, അപ്പോൾ നമ്മുടെ സ്പൈസി ബ്രെഡ് ടോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ പ്രോസസ്സ് കണ്ടു കാണും. ദിസ് ഇസ് ഓൾസോ വെരി ഈസി. ഭയങ്കര ടൈം എന്താ പറയുക, വളരെ കുറച്ച് നിമിഷം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് നമ്മുടെ മക്കൾക്കൊക്കെ ഈവനിങ് സ്നാക്സായി സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്നാക്സാണ്. നമുക്കധികം ഇൻഗ്രീഡിയൻസും ഇല്ല. എന്ത് ഈസിയാന്ന് നോക്കിയേ, ട്രൈ ഇറ്റ്. നോക്കിക്കേ, ഇതാ സ്പൈസി ബ്രെഡ് ടോസ്റ്റ്. അപ്പോൾ നമ്മുടെ 2 ബ്രെഡ് വിഭവങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു
നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ട്രൈ ചെയ്യുക, കുട്ടികൾക്കൊക്കെ കൊടുത്ത് ബി ഹാപ്പി. ആൻഡ് അഗെയിൻ വി ക്യാൻ try another dish as soon as possible. So signing off, Anu's Tasty Treasures.